ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് വഴുതനങ്ങ വെച്ച് ഒരു ചോറിന് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു ചാരകറിയാണ്. ഇത് തമിഴ്നാട് സ്റ്റൈലിൽ വെക്കുന്ന ഒരു കറിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്തു അത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് നോക്കാം. നമുക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ്. എടുക്കേണ്ട അളവ് നമ്മൾ ഓരോരുത്തർ ഉണ്ടാക്കുന്നത് അനുസരിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഒരു വഴുതനങ്ങായ എടുത്തിട്ടുള്ളൂ. ആദ്യം നമുക്ക് ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കടുക് ഇട്ടു, ജീരകവും ഇട്ടു. അത് കഴിയുമ്പം വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വരുമ്പോൾ ചുമന്നുള്ളിയും കൂടെ ഇടണം. അതിൻ്റെ കൂടെ പച്ചമുളക്, എരിവ് വേണമെന്ന് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് കൂടെ ചേർക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ഇച്ചിരി കുറച്ചാണ് ചേർക്കുന്നത്. അതുകൊണ്ട് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ പച്ചമുളക് കൂടെ വേണേൽ ചേർക്കാമായിരുന്നു. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ല വഴണ്ട് വരുമ്പോൾ, നല്ല ചുമന്ന് വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നും മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ വഴട്ടിയിട്ട് നമ്മൾ പുളി കരച്ച് വെച്ചതും ഇരിപ്പുണ്ട്. ഞാൻ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വാളംപുളിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാളംപുളിയുടെ പുളിവെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തിട്ടിട്ട് ഒത്തിരി ദിവസമായി. അതുകൊണ്ട് എഡിറ്റിങ് ചെയ്യാനും സൗണ്ട് ഇങ്ങനെ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. പഴയതുപോലെ ആഴ്ചയിൽ 3 പ്രാവശ്യം വീഡിയോ ഇടാൻ ശ്രമിക്കാം. ചില സാഹചര്യങ്ങൾ കാരണം വീഡിയോ കണ്ടിന്യൂ ഇടാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം തിരിച്ചിടാൻ തുടങ്ങിയത് എന്തുവാന്ന് വെച്ചാൽ, നമുക്ക് ചില അടുത്ത പ്രശ്നങ്ങൾ വരുമ്പം അതിൽ നിന്ന് മാറാൻ വേണ്ടി മൈൻഡ് ചേഞ്ച് ചെയ്യാൻ നോക്കിയതാണ്. അങ്ങനെ ഗാർഡനിൽ ഇറങ്ങിയപ്പം വീഡിയോ ഇടണമെന്ന് തോന്നി. അപ്പം നമ്മുടെ വെള്ളം നല്ല തിളച്ച് വന്നപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന വഴുതനങ്ങയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ലെൻറ്റ് ഡേയ്സിൽ മീൻകറിക്ക് പകരം ഇങ്ങനത്തെ കറികളൊക്കെ നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇപ്പം നമ്മളിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളിയിട്ടിട്ടുള്ളത് കൊണ്ട് ഉപ്പ് നോക്കി അവരവരുടെ ആവശ്യാനുസരിച്ച് ചേർക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ച് നേരം വേവിച്ചാൽ മതി. ഇതിനകത്ത് നമ്മൾ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും മുഴുവനായിട്ടാണ് ഇടുന്നത്. എത്രയും കൂടുതൽ ഇടുന്നോ അത്രയും കൂടുതൽ കറിക്ക് ടേസ്റ്റാണ്. വഴുതനങ്ങ കൊണ്ട് മീൻകറി ഉണ്ടാക്കുന്ന രീതിയിൽ മീൻകറിയുടെ ടേസ്റ്റ് തന്നെയാണ് വഴുതനങ്ങ വെച്ച് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരത് കാണണം. അപ്പോൾ വേണ്ട നല്ല വെട്ടി തിളച്ച് റെഡിയായിട്ടുണ്ട്. നമ്മുടെ കറി കൂട്ടാൻ പാകമായിട്ടുണ്ട്. നല്ലപോലെ പറ്റിച്ചെടുത്തതാണ്. നല്ല ചൂട് ചോറും ഉണ്ടെങ്കിൽ ചൂട് കറിയും കൂടെ കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഇനിയും കുറച്ചുകൂടെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനും വീഡിയോ ഇടാനും ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.